എന്നാലും എൻ്റെ കിരണേ, നിനക്കിതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഈ നാട്ടിലെന്താ വേറെ പെൺകുട്ടികളില്ലേ നിനക്ക് കെട്ടാൻ? അവൻ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരുത്തിയെ, അതും എങ്ങനെയുള്ളവളെ! കഷ്ടം! പുച്ഛവും പരിഹാസവും മേൽക്കുമേൽ നിറഞ്ഞു നിൽക്കും വിധം അമ്മാവൻ ശബ്ദം ഉയർത്തി പറയുമ്പോഴെല്ലാം അയാളുടെ ഈ നാടകം തീരാൻ ഇനിയും എത്ര സമയമെടുക്കുമെന്നൊരു ചിന്തയോടെ വാച്ചിൽ അക്ഷമയോടെ നോക്കി കിരണെങ്കിലും ശാന്തമായിരുന്നു അന്നേരം അവന്റെ മുഖം. നിനക്ക് കൂടെ കിടത്താനും ഒപ്പം കൊണ്ടു നടന്നൊരു കുടുംബം ഉണ്ടാക്കാനും ഒരു പെണ്ണിനെയല്ലേ വേണ്ടു? അതിന് നീ എൻ്റെ മോള് ശുഭയെ കെട്ടിക്കോ. നിന്റെ മുറപ്പെണ്ണ് മാത്രമല്ല അവള്, നിന്റെ സ്റ്റാറ്റസിനും കൂടി പറ്റിയവളാണ്. അല്ലാതെ കണ്ടവന്മാർ ദേഹത്ത് കയറി നിരങ്ങിയിട്ടും കേസും കൂട്ടമായി നടക്കുന്ന നീ കൊണ്ടുവച്ചവളെ പോലെ അല്ല. വാക്കുകളിൽ നിറയെ പരിഹാസത്തോടെ അമ്മാവൻ രവീന്ദ്രൻ പറഞ്ഞു നിർത്തുമ്പോൾ അതുവരെ നിറഞ്ഞു നിന്ന ശാന്തത കിരണിന്റെ മുഖത്തു നിന്ന് മാഞ്ഞു തുടങ്ങിയിരുന്നു. അവന്റെ നോട്ടം അമ്മാവന്റെ മുഖത്ത് തറച്ചു. നീ എന്തിനാടാ ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞതിന് എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആണായാലും പെണ്ണായാലും നിൽക്കേണ്ടടുത്ത് നിൽക്കണം. അല്ലാതെ കൂട്ടുകാരനാണ് കൂടപ്പറപ്പിനെ പോലെയാണെന്നെല്ലാം പറഞ്ഞ് രാത്രിയും പകലും ഒപ്പത്തിനൊപ്പം തുള്ളിക്കൊണ്ട് നടക്കരുത്. നടന്നാൽ ഇതുപോലെ അവസരം കിട്ടുന്നവൻ അത് മുതലാക്കി കയ്യും വീശി നടന്നു പോകും. പിന്നെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വെറുതെ കേസൊന്നും കൂട്ടമൊന്നും പറഞ്ഞ് അവളിപ്പം നടക്കുന്നത് പോലെ നടക്കാം. എന്നിട്ടെന്താ, നടന്നതൊക്കെ മാഞ്ഞു പോവോ? ഒരുത്തൻ തൊട്ടാലത് തൊട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് അവളെപ്പോലെ ഒരു പെണ്ണിനെ വേണ്ട. അതിനെ കൈ പിടിച്ച് കയറ്റാൻ ഇവിടെ ആരും കാത്തുകെട്ടി നിൽക്കുകയും വേണ്ട. താൻ പറഞ്ഞത് ശരിയാണെന്ന വാദത്തിൽ ഉറച്ചുനിന്ന് ഓരോന്ന് പറഞ്ഞ അവസാനം അമ്മാവൻ തന്റെ പെങ്ങളെ, കിരണിന്റെ അമ്മയെ രൂക്ഷമായി നോക്കി പറഞ്ഞു നിർത്തിയതും കിരണാകെ ദേഷ്യത്തിൽ പുകഞ്ഞു. കിരൺ കൊണ്ടുവന്ന ഏതൊരു പെൺകുട്ടിയെയും തന്റെ മകളായി സ്വീകരിക്കാനുള്ള മനസ്സുള്ള അവന്റെ അമ്മയുടെ നോട്ടം തന്റെ മകനിലെത്തിയതും ഒന്ന് ഞെട്ടിയവർ കിരണിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്ന് വലിഞ്ഞു മുറുകുന്നതറിഞ്ഞും ഇനി ഇവിടെ സംഭവിക്കുക എന്താണെന്ന തിരിച്ചറിവിൽ വേഗം അവന്റെ കയ്യിൽ തന്റെ കൈ ചേർത്ത് മുറുക്കി തന്നിലേക്ക് അവനെ അണച്ചു ചേർത്തു അവന്റെ അമ്മ രാഗിണി. അവനെ ശാന്തനാക്കാനെന്നപ്പോൾ, മോനെ വേണ്ട, മോനെ വേണ്ട, ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊക്കോട്ടെ. നിന്റെ തീരുമാനം നിന്റെ ജീവിതം മാത്രമാണ്. വെറുതെ ഒരു വഴക്കിന് അവസരം കൊടുത്ത് ആ കുട്ടിയെ ഇവർക്കിടയിലും പരിഹാസപാത്രമാക്കരുത്. നീ നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം വലിയൊരു തകർച്ചയിൽ നിന്ന് നിനക്ക് വേണ്ടി കരകയറി വന്ന അതിനെ ഇനി ഇവർക്കിട്ടു കൊടുക്കരുത് നീ. കിരണിനുമെന്നാൽ അവൻ അടുത്തു നിൽക്കുന്നവർക്കും കേൾക്കാൻ പാകത്തിൽ രാഗിണി പറഞ്ഞതും കിരണിന്റെ നോട്ടം തനിക്കും കുറച്ചപ്പുറം മാറി ഇതെല്ലാം കണ്ടും കേട്ടും കൈകെട്ടി നിൽക്കുന്ന അപർണയിലേക്കെത്തി. അമ്മാവന്റെ വാക്കുകൾ അവളിൽ വീണ്ടും ഒരു സങ്കടം സൃഷ്ടിച്ചോ എന്നൊരു ചിന്തയോടെ അവളെ അവൻ സൂക്ഷിച്ചു നോക്കിയതും ഒന്നുമില്ലെന്നതുപോലെ തന്റെ ഇരുമിഴികളും അവന് നേരെ ചിമ്മിയടച്ചു അപർണയും. കണ്ടോ കണ്ടോ, ആ അസത്ത് പെണ്ണ് ചെയ്യുന്നത് കണ്ടോ? അപർണയുടെ ചിമ്മിയടഞ്ഞ മിഴികളിലേക്ക് നോക്കി നിന്നവൻ അരികെ നിന്ന് വീണ്ടും ഉയർന്ന അമ്മാവന്റെ ശബ്ദം കേട്ടതും കാര്യമറിയാതെ അയാളെ നോക്കി. അയാളുടെ നോട്ടവും അപർണയിലൊന്ന് കണ്ടതും കുറുകിയവന്റെ കണ്ണുകൾ. നമ്മൾ ഇത്ര പേർ ഇവിടെ ഇവന്റെ അടുത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഈ മൂശേട്ട പിടിച്ച മൂദേവി നമ്മുടെ ചെക്കനെ കണ്ണുകാട്ടി മയക്കുന്നു. ഇതെങ്ങനെ തന്നെയാവും ഇവളാ മറ്റേ ചെക്കനെ വശീകരിച്ചത്. അവൻ വന്നിവളെ നന്നായി ഒന്ന് വശീകരിച്ചു. പോയത് 4 ആൾ അറിഞ്ഞപ്പോ പിന്നെ കേസായി കൂട്ടമായി. ഇനി ഇല്ലാത്ത നാടകങ്ങളില്ല ഇവിടെ. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അവളെ കെട്ടുള്ളൂ എന്നും പറഞ്ഞൊരുത്തൻ ഇവിടെ. എന്റെ കൃഷ്ണ, ഇത്രമാത്രം ആണുങ്ങളെ എങ്ങനെയാണ് ഈ മൂദേവി സ്വന്തം കാൽ കീഴിലാക്കുന്നത്? വല്ലാത്തൊരു കഴിവ് തന്നെ പെണ്ണേ നിനക്ക്. നിനക്ക് എത്ര പേരെ വേണോടി കൂടെ കഴിയാൻ? പറഞ്ഞു വന്ന അവസാനം അപർണയുടെ നേരെ കൂടി നോക്കി അമ്മാവൻ പറഞ്ഞു നിർത്തിയതും അയാളുടെ ഷർട്ടിന്റെ കോളറിൽ മുറുകിയിരുന്നു കിരണിന്റെ കൈകൾ. നിങ്ങളുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയരുത്. പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധവും നിങ്ങളുടെ പ്രായവും സ്ഥാനവും എല്ലാം മറക്കും ഞാൻ. അത് നിങ്ങളുടെ നല്ലതിനാവില്ല എന്നു മാത്രമല്ല, ശരീരം വേദനിക്കുകയും ചെയ്യും നിങ്ങൾക്ക്. തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന രവീന്ദ്രനെ ഒന്ന് കുടഞ്ഞ് കിരൺ പറഞ്ഞതും അവന്റെ അന്നേരത്തെ ഭാവത്തിൽ പകച്ചവിടെ നിന്നവരെല്ലാം, ഞാൻ കെട്ടാൻ പോണവളെന്നെ വശീകരിച്ചാലും ഇനി അതല്ല മറ്റുള്ളവരെ വശീകരിച്ചാലും അത് ഞാനങ്ങ് സഹിച്ചു. പിന്നെ ആണുങ്ങളെ എങ്ങനെയാണ് വശീകരിക്കുന്നത്, എന്തുകാട്ടിയാണ് വശീകരിക്കുന്നത് എന്നെല്ലാം അറിയാൻ അത്രയും മോഹവും ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം മകളോട്, അതായത് നേരത്തെ എനിക്ക് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മകൾ ശുഭയോട് ചോദിച്ചാൽ മതി. അവള് പറഞ്ഞുതരും വ്യക്തമായി. കാരണം പഠിപ്പെന്ന പേരിൽ ബാംഗ്ലൂരിൽ അവർ ചെയ്യുന്നത് അതാണ്. ചോദിച്ചു നോക്ക്. രവീന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അയാളിൽ നിന്ന് കിരൺ കൈവിട്ടതും കേട്ട സത്യത്തിന്റെ പകപ്പിൽ ഞെട്ടി അയാളുടെ നോട്ടം മകൾ ശുഭയെ തേടിച്ചെന്നതും കണ്ട് കിരൺ പറഞ്ഞതെല്ലാം കേട്ട് അത് സത്യമെന്നതുപോലെ വിളറി വിയർത്ത് തല താഴ്ത്തി നിൽക്കുന്നവളെ, അപ്പൂ ഇവിടെ വാ
കിരൺ കൈകാട്ടി ഉറക്കെ വിളിച്ചതും അവനരികിലേക്കു ഒട്ടിച്ചേർന്നു അപർണ. ഇത് അപർണ, ഞാൻ സ്നേഹിക്കുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി. കൂടപ്പിറപ്പിനെ പോലെ കണ്ടിവൾ ഒപ്പം കൊണ്ടു നടന്ന ഒരുവൻ ഇവളെ അടിച്ചു വീഴ്ത്തി ഇവളുടെ ശരീരം സ്വന്തമാക്കിയതിനും നിങ്ങൾ പലരുടെയും കണ്ണിൽ തെറ്റുകാരി ഇവൾ മാത്രമായിരിക്കും. അതൊന്നും പക്ഷേ എന്നെയോ ഞങ്ങളുടെ ജീവിതത്തെയോ ബാധിക്കില്ല. കാരണം ഞാൻ ഇവളെ സ്നേഹിച്ചതും ഇവളെന്നെ സ്നേഹിച്ചതും ഞങ്ങളുടെ ഹൃദയം കൊണ്ടാണ്, അല്ലാതെ ശരീരം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ വരുന്നയാഴ്ച ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് ഇവളെ താലി കെട്ടി ഞാൻ എന്റേതാക്കുമ്പോൾ നിങ്ങളിൽ ഞങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് മാത്രം ആ ചടങ്ങിൽ പങ്കെടുക്കാം. ഇനി നിങ്ങളിൽ ആര് വന്നില്ലെങ്കിലും ആ ചടങ്ങ് അന്നവിടെ നടന്നിരിക്കും. ശരി, എന്നാ പോട്ടെ ഞങ്ങൾ. തനിക്ക് പറയാനുള്ളതെല്ലാം അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു തീർത്തതും അവിടെ നിന്നിറങ്ങി നടന്നു കിരൺ. അന്നേരം അവന്റെ ഇരുവശങ്ങളിലുമായി ചേർന്നവർ ഉണ്ടായിരുന്നു. അവൻ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ 2 പേർ. ഇടനെഞ്ചോരം ചേർന്നവന്റെ പെണ്ണെങ്കിൽ വലതുവശം അവന്റെ അമ്മയാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒന്നവന് ജന്മം കൊടുത്തവളും ഇനിയൊരുവൾ അവന്റെ തലമുറയ്ക്ക് ജന്മം നൽകാനുള്ളവളും. സ്നേഹം സത്യമാണെങ്കിൽ അവിടെ എന്ത് ശരീരമിരിക്കുന്നു? ശരീരം കൊണ്ട് സ്നേഹിക്കുന്നതിനെ ആരും സ്നേഹമെന്ന് വിളിക്കാറില്ലല്ലോ. അവനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതം തിരികെ പിടിച്ച അവളിനി ജീവിക്കട്ടെ, അല്ലേ? അവനൊപ്പം. അതെ, അവർ ജീവിക്കട്ടെ. സന്തോഷം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.